അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മൈസൂരെത്തി. ഇതിനു മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടൂർ വന്നത് മൈസൂരായിരുന്നു. സോ ഇത് സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ ടെൻഷൻ ഫുഡൊക്കെ സെറ്റ് ആവുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ. അതൊരു മലയാളി റെസ്റ്റോറൻറ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനൊത്ത ഫുഡ് ആണ് അവിടെ നിന്ന് കിട്ടിയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ഫസ്റ്റ് പോയത് സൂയിലേക്കാണ്. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള പക്ഷികളും ഒക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പക്ഷികളെയൊക്കെ കാണാൻ പറ്റി. സാധാരണ കാക്ക അല്ലെങ്കിൽ നമ്മൾ കുറേ നമ്മുടെ നാട്ടിലെ പക്ഷികളുടെ പേരുകളൊക്കെ അല്ലേ നമുക്കറിയുള്ളൂ. ഇത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ നെയിംസിലുള്ള പക്ഷികളുണ്ടായിരുന്നു. പിന്നെ പൊതുവേ നല്ല ക്ലീൻ ഒക്കെ ആയിട്ടാണ് അവരവിടെ സംരക്ഷിച്ച് പോകുന്നത് കേട്ടോ ആ സൂവ്. പിന്നെ എനിക്ക് തോന്നി എന്നാ വെച്ചാൽ കുറേ കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കുന്നുണ്ട്. നടന്ന് നടന്ന് കാണാൻ മാത്രമുള്ള ഒരു ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഒന്നും ഒക്കെ ഉള്ളൂ. ഓരോ ചില മൃഗങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ശരിക്കും അത് കാണാൻ പോലും പറ്റത്തില്ല. അവർ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്കൊക്കെ പോയിരിക്കുകയായിരിക്കും. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ. ഭയങ്കര കുറവാണ്. മാൻ മാത്രമാണ് അവിടെ കൂടുതലായിട്ട് എനിക്ക് കണ്ടിട്ട് കുറേ ഉള്ളതുപോലെ തോന്നിയത്. ബാക്കിയെല്ലാം ശോകമാണ്. പിന്നെ ആനയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ആനയൊക്കെ കണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഒരുമാതിരി ഒരു വൃത്തിയില്ലാത്ത ആന പോലെയായിരുന്നേ. പിന്നെ എന്നാലും കുറേ കാണാത്ത മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി, പക്ഷികളെ കാണാൻ പറ്റി, പാമ്പിനെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ ജിറാഫിനെയാണ്. എന്ത് പൊക്കമാണല്ലേ. നല്ല രസമുണ്ടായിരുന്നു.